താരീഖിന്റെ പർവ്വതം, അതായത് ജബൽ താരീഖ് എന്ന അറബി വാക്കിൽ നിന്നാണ് ജിബ്രാൾട്ടർ കടലിടുക്കിന് ആ പേര് വന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ എണ്ണം പറഞ്ഞ പടത്തലവന്മാരിൽ ഒരാളായ താരിഖ് ബിൻ സിയാദ് മൊറോക്കോയുടെ അവസാന പട്ടണമായ ടാഞ്ചറിൽ നിന്നാണ് കടൽ കടന്ന് യൂറോപ്പിലേക്ക് പോയത്. ഗ്രീക്ക് ഇതിഹാസ നായകനായ ഹെർക്കുലീസിനും ടാഞ്ചറുമായി ബന്ധമുണ്ടായിരുന്നു. ഇതേ കടലിടുക്കിലൂടെ മെഡിറ്ററേനിയനിലേക്ക് കടന്നാണ് ഇബ്നു ബത്തൂത്ത ലോകം ചുറ്റാനിറങ്ങിയത്. ഇബ്നു ബത്തൂത്തയുടെ നാടായ മൊറോക്കോയിൽ നിന്നാണ് ഈ ലക്കം ചൊല്ലിയിഷ്ടം. ഇന്നത്തെ പോലെ ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് കപ്പലിൽ കയറിയും നടന്നും ഒട്ടകപ്പുറത്തുമൊക്കെ സഞ്ചരിച്ച് 1,00,000-ലധികം കിലോമീറ്ററുകൾ പിന്നിട്ട് ആ കാലഘട്ടത്തിന്റെ ചരിത്രത്തെ അതിമനോഹരമായി പകർത്തിവെച്ച സഞ്ചാരിയായിരുന്നു ഇബ്നു ബത്തൂത്ത. അദ്ദേഹത്തിന്റെ രാജ്യമായ ടാങ്കേറിൽ നിന്ന് ഒരല്പം അകലെ, അതായത് ഒരു 20 കിലോമീറ്റർ മാത്രം അപ്പുറത്താണ് യൂറോപ്പ്. ദൃശ്യങ്ങളിൽ കടലിനക്കരെ കാണുന്നതാണ് സ്പെയിനിലെ സിയറ ദ ഗ്രസ്ലേമ മലനിരകൾ. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ചില ദിവസങ്ങളിൽ ഈ മലനിരകൾ വളരെ വ്യക്തമായി തന്നെ കാണാനാവും. യൂറോപ്പിനോട് ഇത്രയും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആഫ്രിക്കയുടെ വടക്കൻ മുനമ്പിലുള്ള ഈ തുറമുഖ നഗരത്തിന് നിർണായകമായ സൈനിക പ്രാധാന്യമാണ് എക്കാലത്തും ഉണ്ടായിരുന്നത്. ടാഞ്ചേറിലെ കോട്ടയും അതിനോട് ചേർന്ന നിരവധി നിരീക്ഷണ ഗോപുരങ്ങളും മധ്യകാല നൂറ്റാണ്ടുകളിൽ നടന്ന ഒട്ടനേകം ആക്രമണങ്ങളുടെ കഥകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒറ്റനോട്ടത്തിൽ നഗരസൗന്ദര്യത്തിനായി വെറുതെ കൊണ്ടുവച്ചതാണെന്ന് ആർക്കും തോന്നുന്ന ഈ പീരങ്കികൾ പക്ഷേ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ മുമ്പെന്നോ സ്ഥാപിക്കപ്പെട്ടവയാണ്. സുദീർഘമായ പോരാട്ടങ്ങളുടെ കഥ പറയാനുണ്ട് ഇവയിൽ ഓരോ പീരങ്കിക്കും. 15-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരും 17-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും മൊറോക്കൻ സുൽത്താൻമാരെ കീഴടക്കി ടാഞ്ചേറിന്റെ ആധിപത്യം പിടിച്ചെടുത്ത ഇടവേളകൾ നഗരചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. അറ്റ്ലാന്റിക്കിലൂടെ കടന്നുവന്ന അധിനിവേശ ശക്തികൾക്കു നേരെ ഇടതടവില്ലാതെ ഒരു കാലത്ത് മുഴങ്ങിയ ഈ പീരങ്കികൾക്ക് അറ്റ്ലാന്റിക്കിലെ കടൽക്കൊള്ളക്കാരെ നേരിട്ട കഥകളും പറയാനുണ്ട്. നഗരത്തിനെ ചുറ്റിവളഞ്ഞ് കിലോമീറ്ററുകൾ വ്യാപിച്ചു കിടക്കുന്ന ഈ കോട്ടയിൽ പല കാലഘട്ടങ്ങളുടെ സാംസ്കാരിക മുദ്രകളാണ് പതിഞ്ഞു കിടക്കുന്നത്. മൊറോക്കോ രാജവംശമായ അൽമൊഹാദിന്റെ കാലത്താണ് കോട്ട പണികഴിപ്പിക്കപ്പെട്ടത്. പക്ഷെ പിൽക്കാലത്ത് പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കൂട്ടിച്ചേർത്ത പലതരം അടയാളങ്ങൾ അങ്ങിങ്ങായി മുഴച്ചു നിൽക്കുന്നത് കാണാം. മൊറോക്കോക്ക് പക്ഷെ ഇന്ത്യയെപ്പോലെ സുദീർഘമായ കാലഘട്ടത്തിന്റെ അടിമത്തം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ അധിനിവേശ ശക്തികളെ തുരത്തിയോടിച്ച് നഗരത്തിന്റെ നിയന്ത്രണം മൊറോക്കോയിലെ സുൽത്താൻമാർ തിരികെ പിടിക്കുകയാണുണ്ടായത്. യൂറോപ്പിന് ഇത്രയേറെ അടുത്തായിട്ടും സാംസ്കാരികമായി അവർക്ക് പിടികൊടുക്കാതെ നിന്ന ആഫ്രിക്കൻ രാജ്യമാണ് അന്നും ഇന്നും മൊറോക്കോ. മൊറോക്കോ എന്ന രാജ്യത്തെക്കുറിച്ച് ലോകമോർക്കുന്ന ആദ്യത്തെ പേര് തീർച്ചയായും ഇബ്നു ബത്തൂത്തയുടേതാണ്. ടാഞ്ചർ നഗരത്തിലായിരുന്നു അദ്ദേഹം ജന്മം കൊണ്ടത്. വിമാനങ്ങളും മൊബൈൽ ഫോണുകളും GPS-ഉം മറ്റും മനുഷ്യന്റെ ഭാവനയിൽ പോലും ഇല്ലാത്ത കാലത്ത് ഇന്നത്തെ ഏത് ബ്ലോഗറെയും കൊതിപ്പിക്കുന്ന രീതിയിൽ യാത്ര ചെയ്ത ഇബ്നു ബത്തൂത്തയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന നഗരമാണിത്. യുവാവായിരിക്കവേ ഹജ്ജ് ചെയ്യാനായി മക്കയിലേക്ക് പുറപ്പെടുകയും ഒടുവിൽ ഭൂമിയെ ഏതാണ്ട് 3 തവണ വട്ടം ചുറ്റുന്ന അത്രയും ദൂരം വിവിധ രാജ്യങ്ങളിലൂടെ പിന്നിടുകയും ചെയ്ത അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ അബ്ദുല്ല അൽ ലവാത്തി അൽ താനിജി എന്ന ഇബ്നു ബത്തൂത്ത മൊറോക്കോയുടേതെന്നല്ല, മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സഞ്ചാരിയായി പിന്നീട് മാറി. 30 വർഷം നീണ്ട യാത്രകൾക്കിടയിൽ 1,30,000 കിലോമീറ്റർ ദൂരമെങ്കിലും ഇബ്നു ബത്തൂത്ത ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 1325-ൽ 21-ാമത്തെ വയസ്സിൽ ഇന്ത്യയിലെത്തിയ ഇബ്നു ബത്തൂത്ത സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനൊപ്പം ഡൽഹിയിൽ 16 വർഷം താമസിച്ചതായാണ് ചരിത്രരേഖകൾ. തുഗ്ലക്കിന്റെ രാജകൊട്ടാരത്തിലെ പ്രമുഖരിൽ ഒരാളായി മാറിയ ഇബ്നു ബത്തൂത്ത പിന്നീട് ഡൽഹിയിലെ ജഡ്ജിയായിട്ടും സേവനമനുഷ്ഠിച്ചു. ക്ഷിപ്രകോപിയായ തുഗ്ലക്കിനെക്കുറിച്ച രസകരമായ കുറെ വിവരങ്ങൾ ഇബ്നു ബത്തൂത്തയുടെ യാത്രാവിവരണമായ രഹ്നയിൽ വായിക്കാനാവും. ഏതു സമയത്തും തന്റെ തലപോകുമെന്ന് ഭയന്നാണ് ബത്തൂത്ത ഡൽഹിയിൽ ജീവിച്ചിരുന്നത്. 14-ാം നൂറ്റാണ്ടിലെ ആഫ്രിക്കയെയും യൂറോപ്പിനെയും ഇന്ത്യയെയും മാലിദ്വീപിനെയും മറ്റും വിശദീകരിക്കുന്ന രഹ്ല അന്നത്തെ ജനജീവിതത്തെയും രാജാക്കന്മാരെയും കുറിച്ച് എഴുതപ്പെട്ട ആധികാരികമായ ഗ്രന്ഥമായാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഡൽഹിയിലെ ജീവിതത്തിനൊടുവിൽ സുൽത്താനുമായി പിരിയാൻ തീരുമാനിച്ച കാലത്താണ് ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ അംബാസഡറായി തുഗ്ലക്ക് ഇബ്നു ബത്തൂത്തയെ നിയോഗിച്ചത്. ചൈനയിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹത്തിന് ഏതാനും മാസങ്ങൾ കോഴിക്കോട്ട് തങ്ങേണ്ടി വന്നതായാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ചൈനയിലെ ചക്രവർത്തിക്ക് കൈമാറാനുള്ള രേഖകളും സുൽത്താന്റെ സമ്മാനങ്ങളുമായി പുറപ്പെട്ട ഇബ്നു ബത്തൂത്തയുടെ 2 കപ്പലുകളിലൊന്ന് കോഴിക്കോട് തുറമുഖത്തിനു സമീപം കൊടുങ്കാറ്റിൽപ്പെട്ട് തകർന്നു. ജുമാ നമസ്കാരത്തിനായി ഇബ്നു ബത്തൂത്ത കോഴിക്കോട്ട് ഇറങ്ങിയപ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്. സുൽത്താന്റെ സമ്മാനങ്ങൾ ഉണ്ടായിരുന്ന 2-ാമത്തെ കപ്പൽ ഇബ്നു ബത്തൂത്തയെ കാത്തുനിൽക്കാതെ പുറപ്പെട്ടു പോവുകയും ചെയ്തു. അങ്ങനെയാണ് സാമൂതിരി രാജാവിന്റെ അതിഥിയായി ഇബ്നു ബത്തൂത്ത ഏതാനും നാളുകൾ കോഴിക്കോട്ട് താമസിച്ചത്.
ഈ യാത്രകളുടെയൊക്കെ വർഷങ്ങളും വിശേഷങ്ങളും ടാഞ്ചേറിലെ മ്യൂസിയത്തിലുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ രാഷ്ട്രസങ്കല്പങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് നടന്ന ഈ യാത്രകളെക്കുറിച്ച ചാർട്ടുകളും ചിത്രങ്ങളുമാണ് മ്യൂസിയത്തിലെ കാഴ്ചകളിലധികവും. അദ്ദേഹം കടന്നുപോയ 44ഓളം രാജ്യങ്ങളെക്കുറിച്ചും അവിടെയുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ ഇതിനകത്ത് ഹ്രസ്വമായി വിശദീകരിച്ചിട്ടുണ്ട്. വീഡിയോ ചിത്രീകരണം പൊതുവെ അനുവദിക്കാറില്ലാത്ത മ്യൂസിയമാണ് ഇതെങ്കിലും ചെറിയൊരു സമയത്തേക്ക് അവിടുത്തെ അധികൃതർ ജേർണിയിസ്റ്റിന് അനുവാദം നൽകുകയാണുണ്ടായത്. ഇബ്നു ബത്തൂത്ത ഉപയോഗിച്ച കപ്പലുകളുടെയും ഒട്ടകപ്പുറത്തിരുന്ന് യാത്ര ചെയ്യാനായി ഉപയോഗിച്ച കട്ടിലിന്റെയും മഞ്ചലിന്റെയും ഒക്കെ മാതൃകകൾ ഈ മ്യൂസിയത്തിലുണ്ട്. മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന കുന്നിന്റെ അങ്ങേച്ചെരുവിലേക്ക് നടന്നിറങ്ങിയാൽ ഇബ്നു ബത്തൂത്തെ അടക്കം ചെയ്ത മുദികുടീരത്തിലെത്താം. മഹാനായ ആ ലോകസഞ്ചാരിയുടെ അന്ത്യവിശ്രമ സ്ഥാനം പക്ഷേ തീർത്തും ലളിതമാണ്. അതിന്റെ ചുറ്റിലും വീടുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. വളഞ്ഞു പുളഞ്ഞ് ഇറങ്ങിയും കയറിയും പോകുന്ന ഗലികളിലൂടെ അങ്ങോട്ടേക്ക് എത്തിപ്പെടുകയാണ് ബുദ്ധിമുട്ട്. കാഴ്ചപരിമിതിയുള്ള ഒരു കാവൽക്കാരൻ ഈ മസാറിലുണ്ട്. അറബിയും ഫ്രഞ്ചും മാത്രം സംസാരിക്കാൻ അറിയുന്ന അദ്ദേഹത്തിന് എല്ലാ വിദേശ സഞ്ചാരികളുമായും വേണ്ട രീതിയിൽ ആശയവിനിമയം നടത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ടാഞ്ചർ നഗരത്തിലൂടെ നടക്കുമ്പോൾ കണ്ണിൽപ്പെട്ട അത്ഭുതകരമായ മറ്റൊരു കാഴ്ചയിലേക്കാണ് ജേർണിയിസ്റ്റ് ഇപ്പോൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇബ്നു ബത്തൂത്ത ടാഞ്ചേറിൽ നിന്നും സഞ്ചാരിയായി ഇന്ത്യയിലെത്തി ജഡ്ജിയായി സേവനമനുഷ്ഠിച്ച കഥയാണല്ലോ നമ്മൾ കേട്ടത്. എന്നാൽ ഇന്ത്യയിലെ ഒരു ഹൈക്കോടതി ജഡ്ജി ടാഞ്ചേറിലെത്തി ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ബ്രിട്ടീഷ് കാലത്തെ ജഡ്ജിയായിരുന്ന സർ ബാസിൽ സ്കോട്ടിൻ്റെതാണ് ഈ മൃതികുടീരം. ടാഞ്ചേറിലെ സെന്റ് ആൻഡ്രൂസിന്റെ പേരിലുള്ള ഇംഗ്ലീഷ് ചർച്ചിനോട് ചേർന്ന സെമിത്തേരിയിലാണ് അദ്ദേഹത്തിന്റെ കല്ലറ. 1908 മുതൽ 1919 വരെ അദ്ദേഹം ബോംബെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏറെ ബഹുമാനിക്കപ്പെട്ട ഈ ന്യായാധിപൻ വിശ്രമജീവിതം നയിക്കാൻ തിരഞ്ഞെടുത്ത നഗരമായിരുന്നു ടാഞ്ചർ. അക്കാലത്ത് പ്രശസ്തരായ മറ്റു പലരും സ്കൂട്ടിനെ പോലെ മൊറോക്കോയുടെ അറ്റ്ലാന്റിക് തീരത്തുള്ള നഗരങ്ങളിലേക്കായിരുന്നു ചേക്കേറിയിരുന്നത്. മറ്റേത് മൊറോക്കൻ നഗരത്തെക്കാളുമേറെ സാംസ്കാരിക വൈവിധ്യം അനുഭവപ്പെടുന്നതും ടാഞ്ചറിലാണ്. യഹൂദ മതവിശ്വാസികളുടേതായ 4 സിനഗോഗുകളെങ്കിലും നഗരത്തിലുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട യഹൂദർ അഭയം പ്രാപിച്ച നഗരങ്ങളിലൊന്നായിരുന്നു ഇത്. ഇസ്രായേൽ രൂപീകരിക്കപ്പെടുന്നതുവരെയും മൊറോക്കോയിൽ സജീവമായ സാന്നിധ്യമായി അവർ നിലകൊണ്ടു. നിലവിൽ പക്ഷേ വിരലിലെണ്ണാവുന്നവരെ ഇവിടെ ബാക്കിയുള്ളൂ. കഷ്ടിച്ച് 150 പേർ മാത്രം. സെമറ്റിക് മതസമൂഹങ്ങൾ ഒന്നിച്ചു ജീവിച്ചതിലൂടെ രൂപം കൊണ്ട ഭക്ഷണരീതിയും ഭാഷയും സാംസ്കാരിക വിശേഷങ്ങളുമാണ് ടാഞ്ചേറിൻ്റെത്. ടാഞ്ചർ സന്ദർശിക്കുകയാണെങ്കിൽ നഗരത്തെ എളുപ്പത്തിൽ പരിചയപ്പെടാവുന്ന ഒരു സംവിധാനമുണ്ട്. ഹോപ്പ് ഓൺ ടോപ്പ് എന്ന ഈ ബസ്സിൽ 130 മൊറോക്കൻ ദിർഹം കൊടുത്താൽ 48 മണിക്കൂർ സാധുതയുള്ള ഒരാൾക്ക് സഞ്ചരിക്കാവുന്ന ടിക്കറ്റ് ലഭിക്കും. ബസ്സിനകത്ത് ഓരോ സീറ്റിലും ഇയർഫോൺ വഴി 8 വ്യത്യസ്ത ഭാഷകളിൽ നഗരത്തിലെ കാഴ്ചകൾ വിശദീകരിക്കുന്നുണ്ട്. ടാഞ്ചർ തുറമുഖത്തിന് സമീപത്തു നിന്നും ആരംഭിക്കുന്ന യാത്ര കോട്ടയുടെ ഓരം ചേർന്ന് പതുക്കെ പഴയ നഗരത്തിലേക്ക് പ്രവേശിക്കും. കസബ എന്നാണ് ഈ ഭാഗങ്ങളെ ബസ്സിലെ ഓഡിയോ ചാനൽ പരിചയപ്പെടുത്തുന്നത്. പ്ലേസ് ഡു 9 ആവറിൽ, ഫാരോ പ്ലേസ്, വില്ല നെവില്ലെ, വില്ല ഹാരിസ് എന്ന് തുടങ്ങി നഗരത്തിന്റെ പഴയതും പുതിയതുമായ സാംസ്കാരിക കേന്ദ്രങ്ങൾ 1 മണിക്കൂർ സമയം കൊണ്ട് ബസ് ഓടിയെത്തും. മുഹമ്മദ് 5-ാമന്റെ പേരിലുള്ള മസ്ജിദും ആൻഡ്രൂസ് ചർച്ചുമൊക്കെ ഈ യാത്രയിൽ പിന്നിടുന്നുണ്ട്. കോട്ടയുടെ പിൻഭാഗത്തായി റോമൻ കാലഘട്ടത്തിൽ നിന്നുള്ള ചില ആർക്കിയോളജിക്കൽ അവശിഷ്ടങ്ങളും കാണാനാവും. ഇവയിൽ പലതിനും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇസ്ലാമിക കാലഘട്ടത്തിന്റെയും പോർച്ചുഗീസ്, ഫ്രഞ്ച്, ഇംഗ്ലീഷ് കാലഘട്ടങ്ങളുടെയും പ്രധാനപ്പെട്ട എല്ലാ ചരിത്ര സ്മാരകങ്ങളും ബസ്സിലിരുന്ന് നോക്കിക്കാണാനാവും. കഴിവതും ബസ്സിന്റെ മുകൾത്തട്ടിൽ തന്നെ സ്ഥാനം പിടിക്കാൻ ശ്രദ്ധിക്കുക. ടാഞ്ചർ നഗരത്തിന്റെ സമ്മിശ്രമായ സാംസ്കാരിക പൈതൃക ദൃശ്യങ്ങളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുക എന്നതിലപ്പുറം സഞ്ചാരികൾക്ക് ആഴത്തിൽ ഈ നഗരത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതല്ല ഹോപ്പ് ഓൺ ടോപ്പിലൂടെയുള്ള ഈ യാത്ര. പഴയ നഗരമായ മദീനയാണ് ടാഞ്ചറിന്റെ ആത്മാവ് ശരിക്കും പരിചയപ്പെടുത്തുന്നത്. റെസ്റ്റോറന്റുകൾ, കൗതുക വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ എന്ന് തുടങ്ങി സഞ്ചാരികളെ ആകർഷിക്കുന്ന പലതരം കടകളാണ് മദീനയിലുടനീളം. ഭാഗ്യമുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കലാപരിപാടികളും കാണാൻ കഴിഞ്ഞെന്ന് വരും. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ രൂപം കൊണ്ട നൃത്തരൂപങ്ങളെ മൊറോക്കോ അവരുടേതായ രീതിയിൽ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. അതിലൊന്നാണ് ഗ്നാവ നൃത്തം. സഹാറ മരുഭൂമിയിലെ ഗോത്ര സമൂഹങ്ങളിലാണ് ഇത് ജന്മം കൊണ്ടത്. വർണ്ണശബളമായ വസ്ത്രങ്ങൾ ധരിച്ച് ആട്ടിൻ തുകൽ കൊണ്ടുണ്ടാക്കുന്ന ഗ്യുംബ്രി എന്ന വാദ്യോപകരണവും ക്രാക്കബ് എന്ന കൈത്താളവും തിബൽ എന്ന ചെണ്ടയും അകമ്പടിയായി നടത്തുന്ന ഈ നൃത്തരൂപം സായാഹ്നങ്ങളിൽ മിക്ക മാർക്കറ്റുകളിലും പൊതുവെ കണ്ടുവരാറുണ്ട്. ടാഞ്ചർ കോട്ടയുടെ ചുവട്ടിൽ നിന്നാണ് ജേർണിയിസ്റ്റ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്.
മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേർണിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്ക് എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.